ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, ജഗദീഷ്, ജോമോൻ ജ്യോതിർ, ജോണി ആൻ്റണി, അതിരി ജോയ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്ന് തിയേറ്ററിലൂടെ റിലീസായ ഏറ്റവും പുതിയ മലയാളം ചിത്രമാണ് ഹലോ മമ്മി. ഒരു ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽ വരുന്നൊരു ചിത്രമാണ്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനിമോ ഷായ്. കഴിഞ്ഞ ദിവസം ഈ സിനിമയെ കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ ട്രെയിലറായിരുന്നു. ട്രെയിലർ അത്രയും പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ തന്നെ ചെയ്യാം എന്ന് വിചാരിക്കുകയും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന് മനസ്സുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. വൈശാഖ് എലൻസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ഒരു ഹൗസ്ഫുൾ ആൾക്കാരോടൊപ്പം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഫാൻറ്റസി കോമഡി, ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ്. എനിക്ക് പേഴ്സണലി ഈ പടം ഒരു എബോ ആവറേജ് ആയിട്ട് തോന്നി. അതങ്ങനെ തോന്നാനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും വൈശാഖ് എലൻസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഹൊറർ കോമഡിയുടെ ടച്ച് എങ്ങനെയാണോ വരുന്നത് ആ ഒരു ഫീലോട് കൂടി ഇതിനെ ചെയ്തു വെക്കാൻ പറ്റി. പലയിടങ്ങളിലും എനിക്ക് ഈ ചിത്രം നമ്മുടെ മാഡ് ഡോഗിൻ്റെ ഹൊറർ യൂണിവേഴ്സ് ആയിട്ടുള്ള ഹിന്ദിയിലെ സ്ത്രീ എന്ന് പറയുന്ന ആ യൂണിവേഴ്സിൻ്റെ ഒരു 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 ചായ്വ് അല്ലെങ്കിൽ ഒരു ഫീൽ എനിക്ക് അടിക്കുന്നുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് സ്ത്രീ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീലുണ്ട്. ആ ഫീൽ ഈ സിനിമയുടെ തുടക്ക ഭാഗത്തിലൊക്കെ എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ. ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും അല്ലെങ്കിൽ ആ ഒരു കഥ പറച്ചിലിൻ്റെ രീതി കൊണ്ടും അതിൻ്റെ ഒരു ഒഴുക്ക് കൊണ്ടും ആ ഒരു ടച്ച് എനിക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ഒരു കൊള്ളാം, വെൽ മെയ്ഡായിട്ട് വരുന്നുണ്ട് എന്ന് എനിക്കൊരു ഫീലുണ്ടായി. സെക്കൻഡ് ഹാഫിലേക്ക് കിടന്നപ്പോൾ പലയിടത്തും എനിക്കൊരു പോരായ്മകൾ പലയിടത്തും എനിക്ക് തോന്നി. പടം ഒന്ന് ഡൗൺ ആയി പോകുന്ന പോലെ, അല്ലെ ഫസ്റ്റ് ഉണ്ടായിരുന്നൊരു പേസ് സെക്കൻഡ് ഹാഫിലേക്ക് ഇല്ലാത്തൊരു ഫീലിലോട്ട് വന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഓക്കെ ഫീൽ മാത്രമാണ്. എനിക്ക് ഭയങ്കര സൂപ്പർ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓവറോൾ നല്ല രീതിയിൽ എടുത്തു വെച്ച അല്ലെങ്കിൽ ഒരു എൻ്റർടൈനിങ് ആയിട്ട് നല്ല ക്രൗഡോട് കൂടി ചിരിച്ചുല്ലസിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഈ സിനിമ. ഒരു ഗ്യാരണ്ടി ഞാൻ പറയുന്നത്, ഇത് OTT ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൻ്റെ കോമഡികളൊന്നും വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. ഇത് തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ആളുടെ ഇടയ്ക്ക് ഇരുന്ന് കേട്ട് അതിൻ്റെ അകത്തുണ്ടാകുന്ന കയ്യടിയും ചിരിയുമാണ് ഈ പടത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് തോന്നുന്നു. എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. പെർഫോമൻസുകൾ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു 90% ആൾക്കാരും കൊമേഡിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ. ഷറഫുദ്ദീൻ, അതുപോലെ തന്നെ ജോമോൻ ജ്യോതിർ, അതിരി ജോയ്, ജഗദീഷ് ഏട്ടൻ, ജോണി ആൻ്റണി, അത് കൂടാതെ ബിന്ദു പണിക്കറിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്. അതുപോലെ തന്നെ അജു വർഗീസ്. അപ്പോൾ ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്നത് ഷറഫുദ്ദീൻ്റെ പെർഫോമൻസ്. അത് മെയിൻ ക്യാരക്ടർ ആകുമ്പം അത് വേണമല്ലോ. പക്ഷേ പുള്ളി നന്നായിട്ട് തന്നെ ആ ഹ്യൂമറിനെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്തു. പുള്ളിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള സാധനമാണത്. അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഐശ്വര്യലക്ഷ്മിയുടെ പെർഫോമൻസും നന്നായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. എനിക്ക് കുറച്ചും കൂടി ഈ ഷറഫുദ്ദീൻ കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെടുന്നത് ബിന്ദു പണിക്കറിൻ്റെ ഒരു റോളാണ്. അത് കുറച്ചും കൂടി വേണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സ്കോപ്പുള്ള അല്ലെങ്കിൽ ഒരു ചിരി ഉണർത്താൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ബിന്ദു പണിക്കറിനെ അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ കുറച്ച് സ്ക്രീൻ സ്പേസ് കുറഞ്ഞു പോയ പോലെ എനിക്ക് തോന്നി. ജെയ്ക്സ് ബിജു ആണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത് ജെയ്ക്സ് ബിജുയുടെ മ്യൂസിക് തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും. ഫസ്റ്റ് ഹാഫിൽ ഒരു 3 പാട്ട് വരുന്നുണ്ട്. പ്ലേസിംഗ് ഒക്കെ ഗംഭീരമായിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് അത് വന്നിട്ടുണ്ട്. ചമൻ ചാക്കോയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. രണ്ടുപേരുടെ പേരും എടുത്തെടുത്ത് പറയണം. ജെയ്ക്സ് ബിജുവും ചമൻ ചാക്കോ ആണ് ഈ പടത്തിനെ ഒന്ന് അങ്ങ് പേസ് പിടിച്ചങ്ങ് കൊണ്ടുപോകുന്നത്. സൂപ്പർ കട്ടും അടിപൊളി ടൈമിങ്ങിനുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. പലയിടത്തൊക്കെ ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെയ്ക്സ് ബിജു കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ഹൊറർ ടച്ചും ഫീലും ഒക്കെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ സൂപ്പറായിട്ട് അത് വർക്കൗട്ടും ആയിട്ടുണ്ട്. സാൻജോ ജോസഫാണ് ഇതിൻ്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളൊക്കെ വർക്കൗട്ടായിട്ടുണ്ട്. ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കെല്ലാം ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ മനസ്സിലായി കാണും. ബോണി എന്ന് പറയുന്ന ഷറഫുദ്ദീൻ അവതരിപ്പിക്കുന്ന ബോണി എന്ന് പറയുന്ന കഥാപാത്രവും ഐശ്വര്യലക്ഷ്മി അവതരിപ്പിക്കുന്ന സ്റ്റെഫി എന്ന് പറയുന്ന കഥാപാത്രവും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയും സ്റ്റെഫിയുടെ അമ്മ ഒരു പ്രേതമാണ്. അപ്പം അവർക്കിഷ്ടപ്പെടാത്ത ഒരു മരുമകനെ കെട്ടുന്നു എന്നൊക്കെ ഉള്ളതിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസും അതിൽ നിന്ന് എങ്ങനെ മുമ്പോട്ട് പോകുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ തരണം ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു
അതിനകത്ത് ഹ്യൂമറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഹൊറർ കോമഡി എന്ന് പറയുന്നത് തന്നെ ഒരു സക്സസ് ഫോർമുല ആയിട്ടുള്ളൊരു ജോണറാണ്. മലയാളത്തിൽ നിന്നല്ല, എല്ലാ ഭാഷയിലും തന്നെ അതൊരു സക്സസ് ഫോർമുല തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരേ ടൈമിൽ നമ്മളെ ചിരിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്ത് ആ ഒരു മിക്സ്ചറിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരിടത്തും ബോറാവാതെ നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഇവിടെ യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. സൂപ്പറായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രവീൺ കുമാറാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നല്ല നല്ല ഷോട്ട്സ് ഇതിനകത്ത് കാണാൻ സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോട്ട്സുകൾ കാണിക്കാൻ, ഞാൻ ഗംഭീരം എന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വർക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. എസ്പെഷ്യലി ക്ലൈമാക്സ് പോർഷനിലൊക്കെ ഒരു സാധനം പിടിച്ചിട്ടുണ്ട്. അതൊക്കെ സൂപ്പറായിട്ട് അത് തിയേറ്ററിൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു ഗുമ്മുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഫാമിലിയായിട്ട് പോയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ, ഹൗസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സിനിമയായിരിക്കും ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ. ഇപ്പം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ അശ്വിൻ ഗോകിൻ്റെ റിവ്യൂ പോലെ ഇതിനുമുണ്ട് എന്ന് പറയുന്ന പോലെ ഇതിനുകൊണ്ടൊരു സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡൊക്കെ വെച്ചാണ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും അതൊരു പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീ എന്ന് പറയുന്ന ഹിന്ദിയിലെ ആ യൂണിവേഴ്സ് ഉണ്ടാകാൻ തന്നെ കാരണം ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു വിഷനായിരുന്നു. അപ്പോൾ അതുപോലെ പുള്ളിയും ഈ വൈശാഖ് എലൻസും ചിന്തിച്ച് ഒരു വലിയൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് പല പല സിനിമ ജോണറെല്ലാം വെച്ച് മിക്സ് ചെയ്തിട്ടൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാനാണോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും അങ്ങനെയൊക്കെ ആയി വരട്ടെ. എന്തായാലും ഓൾറെഡി ഇപ്പം തന്നെ 2 അനൗൺസ് ചെയ്തുകൊണ്ടാണ് നിർത്തുന്നത്. എക്സ്പെക്റ്റ് ചെയ്യാം. എന്തായാലും സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. സിനിമ റിവ്യൂ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സിനിമ ലവേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.